ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജ്വല്ലറി മേക്കേഴ്സിന് ഒരു ഒരുപാട് സന്തോഷം തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മളിത് ഓൾറെഡി മൈക്രോ പോളിഷ് ആൻറ്റി ടാർണിഷ് കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഇടയ്ക്ക് ഈ ഒരു ലാസ്റ്റ് ഒരു 7 to 8 വീഡിയോസിൻ്റെ ഇടയിൽ നമ്മൾ മൈക്രോ പോളിഷും ആൻറ്റി ടാർണിഷ് എന്തൊക്കെയാണ് ഡിഫറൻസ്, നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണെന്നൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലാതിരുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് ഗിയർ ലോക്ക് ആയിരുന്നു. അപ്പോൾ അതും മൈക്രോ പോളിഷിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുന്നപ്പോഴും നമ്മൾ ഫസ്റ്റ് ബീറ്റ്സ് ഒക്കെ കൊടുന്നപ്പോഴും ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ ജംപ് റിങ്സും അതുപോലെ തന്നെ ഹെഡ് പിൻ, ഐ പിൻ, ലോക്കുകൾ ഇതൊക്കെ ഞങ്ങൾക്ക് മൈക്രോ പോളിഷ് അതല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റി ടാർണിഷായിട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് അഫോർഡബിളായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കണം. പക്ഷേ ഈ ഒരു ഐറ്റം ആൻറ്റി ടാർണിഷ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ അങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ നോക്കിയപ്പോൾ റേറ്റ് ഒരുപാട് കൂടുതലാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ഐറ്റം ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഐറ്റം എടുത്തിട്ടുള്ളൂ. പുതിയ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ടാർണിഷായിട്ട് വരുന്ന ജംപ് റിങ്സും അതുപോലെ തന്നെ ഐ പിൻസും ലോബ്സ്റ്റർ ലോക്കുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരളവിൽ വരുന്ന ഈ ഒരളവിൽ വരുന്ന ഐ പിന്ന് അതിൻ്റെ ഗോൾഡും സിൽവറും ഉണ്ട്. ഇത് ഗോൾഡും ഇത് സിൽവറുമാണ്. ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഷൈനിങ് കുറവായിരിക്കും. നമ്മുടെ മൈക്രോ പോളിഷ് അല്ലെങ്കിൽ നോർമൽ ഐറ്റത്തിനേക്കാളും ഷൈനിങ് കുറവായിരിക്കും. ഇതും ഒരു സ്റ്റീലിൻ്റെ ഷൈനിങ് കുറവാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഫസ്റ്റ് വരുന്നത്. ഇത് പീസ് റേറ്റാണ് വരുന്നുണ്ടാവുക കേട്ടോ. ഒരു പീസിന് 1 രൂപ അല്ലെങ്കിൽ 2 രൂപയാണ്. ഇത് ഒരു പീസിന് 2 രൂപ റേറ്റ് വരിക കേട്ടോ. പീസ് റേറ്റിലാണ് വരുന്നത്. കാരണം നമുക്ക് ആൻറ്റി ടാർണിഷും മൈക്രോ ഒക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. ഇത് ഗോൾഡാണ് കേട്ടോ. ജംപ് റിങ്സിൻ്റെ വീഡിയോയിൽ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാത്തത്. ഇത് സിൽവർ, അതിലും കുറച്ച് ചെറുതായിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഒരു പീസിന് 1 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഒരു പീസിന് ഇത് ഗോൾഡ്, പിന്നെ വരുന്നത് ഇത് സിൽവർ. ആൻറ്റി ടാർണിഷ് മെറ്റീരിയൽസാണ്, അങ്ങനെ പെട്ടെന്ന് കളർ ഇളകി പോകില്ല. പിന്നെ നമ്മുടെ ഈ ലോക്ക് ആകെ ഇത്ര പീസുള്ളൂ. കാരണം ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ടായിരുന്നു. ഈ ഒരു ലോബ്സ്റ്റർ ലോക്ക്, ഇതൊരു അതിൻ്റെ സാമ്പിൾ പീസ് 3 days ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കി. സോപ്പും സോപ്പും അതുപോലെ തന്നെ വെള്ളവും തട്ടിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, വിയർപ്പും കാര്യങ്ങളും എല്ലാം തട്ടും. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ഫെയ്ഡായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നോർമൽ ലോബ്സ്റ്റർ ലോക്ക് ഫെയ്ഡായിട്ട് ഒരു കറുത്ത് പോകുന്ന ഒരു മെറ്റീരിയൽ അല്ല, അതുപോലെ ഇത് കറുത്ത് പോവില്ല കേട്ടോ. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ സിൽവർ വന്നിട്ടുണ്ട്. സിൽവറും അത്ര പീസസ് തന്നെ ഉണ്ടാവുള്ളൂ. അതൊരു പീസിന് 14 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കാരണം ഇത് നമ്മുടെ നോർമൽ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരു പീസിന് 1 രൂപ റേറ്റിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 10 പീസിന് 10 രൂപ റേറ്റിനാണ് ഈ ഒരു ലോബ്സ്റ്റർ ലോക്കിൻ്റെ നോർമൽ കൊടുക്കുന്നത്. ഇതൊരു പീസിന് 14 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ആകെ എത്ര ക്വാണ്ടിറ്റി ഇപ്പോൾ കയ്യിലുള്ള നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ കിട്ടാൻ കുറച്ച് ഡിലേ വരും. അപ്പോൾ നമ്മുടെ നോർമൽ ഐ പിന്ന ഹെഡ് പിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റ ഡേ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരു 1 hour നമ്മളത് വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് മാറും. പക്ഷേ ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ഐറ്റംസ് ആകുമ്പോൾ അങ്ങനെ മാറില്ല. പക്ഷേ ഞാൻ ഒരിക്കലും റെഗുലർ യൂസിന് അല്ലെങ്കിൽ നമ്മൾ മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു ആൻറ്റി ടാർണിഷ് മൈക്രോ പോളിഷ് ഉപയോഗിക്കാൻ പറ്റില്ല. ഫംഗ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കളർ ഫെയ്ഡ് വരില്ല. നിങ്ങൾ ജ്വല്ലറി ചെയ്ത് കൊടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പിലുള്ള മൈക്രോ പോളിഷ് ആൻറ്റി ടാർണിഷൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യായിരിക്കും നല്ലത്. കാരണം നോർമൽ ഐറ്റംസ് എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് നോർമൽ ഐറ്റംസ് എടുക്കാം. അതും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ നോർമൽ ഐറ്റംസ് എടുക്കുമ്പോൾ ഒറ്റ യൂസിന് കളർ പോകും. അത് നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കാറുള്ളത്. അത് ജംപ് റിങ്ങും ഹെഡ് പിൻ, ഐ പിനൊക്കെ 10 ഗ്രാമിന് 10 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഒറ്റ തവണ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അത് കറുത്ത് കംപ്ലീറ്റ്ലി ബ്ലാക്കായി പോവും. പക്ഷേ ഈ ഐറ്റം അങ്ങനെ പോവില്ല കേട്ടോ.
പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പെർഫ്യൂം, സ്പ്രേ, ഡിറ്റർജൻറ്റ്, സോപ്പ് ഇതൊന്നും തട്ടിക്കരുത്. പിന്നെ ചിലർ വേർപ്പ് തട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് ആൻറ്റി ടാർണിഷ് ഷൈറ്റ് ആണെന്നുണ്ടെങ്കിലും കളർ ഫെയ്ഡ് വരും കേട്ടോ. അപ്പോൾ ഈ ഐറ്റംസ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. താങ്ക്